ആ എത്ര വയസ്സുണ്ടമ്മ അമ്മയ്ക്ക്? 90 വയസ്സുണ്ടല്ലേ? ആ അമ്മ ഊഞ്ഞാലാടുന്നുണ്ട്. 90 വയസ്സുള്ള അമ്മയാണ് ഊഞ്ഞാലാടുന്നത്. അമ്മ ഇപ്പോൾ ആരോഗ്യവതിയായിട്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. അതാണ്ട ചുണക്കുട്ടിയെ പോലെയാണ് ഊഞ്ഞാലാടുന്നത് അമ്മ. കണ്ടോ? 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 അമ്മ ഇപ്പോൾ ഒരു പാട്ട് പാടുന്നുണ്ട്. പണ്ടത്തെ പാട്ടാണ് കേട്ടോ. നമുക്കൊരു പാട്ട് കേൾക്കാം അമ്മയുടെ. പാടമ്മ, ഒരു പാട്ട് പാട്. 4 വരി പാടമ്മ. പാടാനും നേരമില്ല, പണ്ടത്തെ പോലുള്ള സൗഖ്യമില്ല. അവർക്കറിയാം. അങ്ങനെയല്ല, ഒരു പാട്ട് പാട്. നില്ല് കുറച്ച് നില്ല്. ആട്ടം നിർത്തമ്മ. നിർത്തിയിട്ടൊരു പിടിച്ചു നിന്നാ എനിക്ക് ആടി നിന്നാ നീ ഒരു പാട്ട് പാടിക്കേ. ഒരു പാട്ട് പാട്. എന്തിനാ ഇത്? എന്താണമ്മ? ഒരു പാട്ട് പാട്. അമ്മയല്ലേ, പാട്ട് പാട്. ഒരു നല്ല ദിനം വന്നു തിരുവോണമായി, അരിവാളിൻ പ്രഭ വീശി തിളങ്ങും ലോകം, നാളെ വിളങ്ങും ലോകം. ഹൊയ് കറുത്ത വഞ്ചകൻ ശങ്കരനിത കരിങ്കൊടി കുത്തിക്കരയണു, ആ പട്ടത്താനതു കണ്ടു നോവണു നീറണു നെഞ്ചകം. ഹൊയ് ഒരു നല്ല ദിനം വന്നു തിരുവോണമായി, അരിവാളിൻ പ്രഭ വീശി തിളങ്ങും ലോകം, നാളെ വിളങ്ങും ലോകം. അതിൽ കൂടുതൽ പറ്റില്ല. പിന്നെ എന്തായിരുന്നു അമ്മയുടെ പണ്ടത്തെ ജോലി? ഞാൻ ജനിച്ച നാൾ മുതൽ കായലിന് വെച്ചൂർ വൈക്കം താലൂക്കിലാണ് താമസം എന്നാണ് എൻ്റെ ഓർമ്മ. ജനിച്ചത് ചേർത്തലയാണെന്ന് പറയുന്നു. അതിൽ നിന്ന് ഇവിടെ വന്ന് പിന്നെ വെച്ചൂരാണ് വളർന്നത്. അതായത് അമ്മ വീട് ചേർത്തല, അച്ഛൻ വീട് വൈക്കം വെച്ചൂർ. അത് തരാം. ദേവി വിലാസ സ്കൂളെന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ അറിയുന്ന സ്ഥലം. ആ സ്കൂളിലാണ് പഠിച്ചത്. എവിടുന്ന് വന്നാലും കലാകാരന്മാരെല്ലാം, സ്കൂളിലെ കലാകാരന്മാർ വന്നു കൊള്ളുന്ന സ്ഥലമാണ് ദേവി വിലാസ് സ്കൂൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് 16 വയസ്സും 6 മാസം ആയപ്പോൾ മംഗല്യം നടന്നു. ബാക്കി ഇങ്ങോട്ട് ഞാൻ പറയുന്നില്ല. എത്ര മക്കളുണ്ട് അമ്മയ്ക്ക്? എനിക്കിപ്പം നിലവിൽ 3 പേരുണ്ട്. 3 പേരും മരിച്ചുപോയി. ഷാജിയുടെ മൂത്ത 3 പേര് മരിച്ചു. ഇപ്പം നിലവിൽ 3 പേരുണ്ടല്ലേ? അപ്പം 6 മക്കളായിരുന്നു അമ്മയ്ക്ക്. ഓ അത് ശരി. ഇപ്പം അമ്മയ്ക്ക് സുഖമാണല്ലോ, അസുഖങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇപ്പം വരെ ഒന്നുമില്ല. 90 വയസ്സാവാൻ പോകുന്ന അമ്മയാണ് ഇതായി ഇരിക്കുന്നത്. എല്ലാവരും കണ്ടോ? എല്ലാവരെയും കൊണ്ട് ആ നാട്ടിൽ കാണി. ഓ നല്ല മിടുക്കിയായ അമ്മയാണത്. കണ്ടവനില്ലം വേണ്ട, കൊച്ചു കണ്ടവനച്ചി വേണ്ട, അമ്പലപ്പുഴ വേല കണ്ടവൻ അമ്മയും വേണ്ട എന്നാണ് ഒരു ചൊല്ല്. അതൊക്കെ പണ്ടമ്മ, ഇപ്പം അങ്ങനൊന്നും ഇല്ല. പക്ഷെ പണ്ടത്തെ ചൊല്ലേ ഒരിക്കലും മറക്കല്ല. കൊല്ലം കണ്ടവൻ എല്ലാം വേണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ